പ്രിയ സഹോദരന്മാരെ, ഫാറ്റി ലിവർ അതല്ലെങ്കിൽ ലിവറിൽ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടാവുന്ന രോഗം പണ്ടൊക്കെ വളരെ അപൂർവമായിട്ടായിരുന്നു ആളുകൾ കേട്ടിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ കുറച്ച് അനുഭവങ്ങൾ പറഞ്ഞുതരാം. കൊറോണൻ്റെ മുൻപ് ആളുകൾ സ്കാൻ ചെയ്ത് വരുമ്പോൾ ഡോക്ടറെ ഇതെന്താ പുതിയ സാധനം എന്ന് ചോദിച്ചായിരുന്നു വന്നിരുന്നത്. അതുപോലെ തന്നെ ചിലരെ പരാതി എന്തായിരുന്നു അറിയോ? ഡോക്ടറെ, ഞാൻ കള്ളൊന്നും കുടിക്കണില്ല, പിന്നെ കള്ളുകൂടിയന്മാർക്കുണ്ടായ ഈ രോഗം എങ്ങനെ എനിക്ക് വന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുന്നത്, ആളുകൾക്ക് ഫാറ്റി ലിവർ എന്താണെന്നുള്ളത് അറിയാം. പലരും ഇത് ഫാറ്റി ലിവർ ആണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. മുൻപ് അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നില്ല, അത്രയും വ്യാപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ചെറിയ കുട്ടികളിൽ പോലും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കുറേ വീഡിയോ ചെയ്തു. അതിൻ്റെ താഴെ വന്ന കുറേ കമൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഡോക്ടർമാർ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, ഇത് ഇത്ര രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. ഇനി അതിന് തിരിച്ചൊരു വെർഷനുണ്ട്. ചെറിയ ഒരു സാധനം വരുമ്പോഴത്തേന് അയ്യോ ഇതിങ്ങനെയാണോ എന്ന് പറഞ്ഞ് പേടിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയും രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സംഗതിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ ഫാറ്റി ലിവർ എന്നുള്ളത് ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: നമ്മളുടെ ലിവറിൽ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് ലിവറിന് അതിൻ്റെ സാധാ പണികളൊന്നും എടുക്കാൻ കഴിയാത്ത അവസ്ഥ. നമ്മൾ ജസ്റ്റ് നമ്മളുടെ നാവിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുക. നാവിൽ കുറച്ച് കൊഴുപ്പ് അല്ലെങ്കിൽ കുറച്ച് മെഴുകായി എന്ന് കരുതുക. എന്നാൽ നാവിൻ്റെ പണിയായിട്ടുള്ള രുചി അറിയുക എന്നുള്ളത് നാവ് കൊണ്ട് സാധിക്കുമോ? ഇല്ല. അതേപോലെ തന്നെ കുറച്ച് കൊഴുപ്പടിഞ്ഞിട്ട് ലിവറിൻ്റെ സെല്ലുകളെ പ്രവർത്തനരഹിതമാവുക അല്ലെങ്കിൽ പ്രവർത്തന കാര്യക്ഷമമല്ലാതെ ആയിട്ട് ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇത്തരത്തിൽ കൊഴുപ്പടിയുന്ന രോഗത്തിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇനി ഇത് കുറച്ച് കൊഴുപ്പടിയുമ്പോഴേക്കൊന്നും ഇങ്ങനെ ഫാറ്റി ലിവർ ആവില്ല. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ ഒരു 5% വരെ കഴിഞ്ഞു കൂടിയാലൊന്നും കുഴപ്പമില്ല. പക്ഷേ 5 മുതൽ ഒരു 12% ആവുന്നതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നാക്കിയിട്ട് തിരിക്കുന്നത്. നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? നമുക്ക് എനർജി കിട്ടാൻ, നമ്മൾക്ക് ജോലി ചെയ്യാൻ, നമുക്ക് ചിന്തിക്കാൻ, നമുക്ക് പ്രവർത്തിക്കാൻ. അപ്പം നമ്മളൊരു ഭക്ഷണം കഴിച്ചാൽ ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിൽ ശരീരം എന്ത് ചെയ്യും? അത് വെറുതെ കളയില്ല, മലാക്കിയിട്ട് ഒഴിവാക്കില്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കാത്ത സമയത്ത്, ഭക്ഷണം കിട്ടാത്ത സമയത്ത് നമുക്ക് മുഴുവൻ സമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. രാവിലെ ഭക്ഷണം കഴിച്ചാൽ ആ എനർജി ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഉച്ചവരെ പോകുന്നത്. അപ്പോൾ ശരീരം എന്ത് ചെയ്യും? അത് സ്റ്റോർ ചെയ്യും. പക്ഷേ ഇത് സ്റ്റോർ ചെയ്തത് കൂടി 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 ആവശ്യത്തിലധികം സ്റ്റോർ ചെയ്താൽ എന്താവും? ഈ പറഞ്ഞ പോലെ രോഗത്തിലേക്ക് വരും. ഇത് സ്റ്റോർ ചെയ്തത് കൂടുക എന്നുള്ളതല്ല ഇന്നത്തെ അവസ്ഥയിലുള്ള പ്രശ്നം. അമിതമായിട്ട് ഇത് സ്റ്റോർ ചെയ്യുകയും ഈ സ്റ്റോർ ചെയ്തത് നമ്മൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഭക്ഷണം ഒന്ന് കുറച്ച് കൺട്രോൾ ആവുകയാണെങ്കിൽ എന്തുണ്ടാവില്ല? അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ സംഭവിക്കുന്ന നേരെ തിരിച്ചാ. രാവിലെ ഉച്ച വരെ പോകാനുള്ളത് സ്റ്റോർ ചെയ്യും, പിന്നെ 11 മണിയാകുമ്പോഴേക്ക് അടുത്തത് വീണ്ടും സ്റ്റോർ ചെയ്യും. സാധാരണ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ട് വ്യായാമം ചെയ്യും, ജോലികൾ ചെയ്യും, നടക്കും, ഓടും, ഇതൊക്കെ ചെയ്യും. നമ്മൾ പലരും എന്താണ്? ഫോണും പിടിച്ചിട്ട് കിടക്കയിൽ കിടന്ന് AC-യിൽ ഈ ഫോണും നോക്കി അങ്ങനെ ചെയ്യാണ്. ഇങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സ്റ്റോർ ചെയ്ത സാധനം ഉപയോഗപ്പെടുത്താതെ അവിടെ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഫാറ്റി ലിവർ. ഈ ഫാറ്റി ലിവറിനെ 2 തരത്തിൽ പറയാറുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിച്ച് അതിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള ഫാറ്റി ലിവർ. ഇതാണ് സാധാരണ ആളുകൾക്ക് കാണാറുള്ളത്. എന്നാൽ മദ്യം കഴിക്കുന്ന ആളുകളിൽ മദ്യം കഴിച്ച കാരണം ആ മദ്യം കൊഴുപ്പിൽ അടിഞ്ഞു കൂടിയിട്ട് ലിവറിൽ അടിഞ്ഞു കൂടിയിട്ട് അങ്ങനെ ഉണ്ടാവുന്ന ഫാറ്റി ലിവറിനെയാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഞാനൊക്കെ ജോലി തുടങ്ങുന്ന കാലത്ത് കൂടുതലായിട്ട് ഫാറ്റി ലിവർ വരുന്നത് ഈ മദ്യപാനികളിലായിരുന്നു. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ വെള്ളടിക്കുന്നുണ്ട് എന്നുള്ളൊരു കാൽക്കുലേഷൻ ആയിരുന്നു. ഇപ്പം നേരെ തിരിച്ചാട്ടോ. സത്യത്തിൽ മദ്യപാനികളുടെ ഫാറ്റി ലിവറൊക്കെ അപൂർവമായിട്ട്, അല്ലെങ്കിൽ ദിവസത്തിൽ 10 കാണുകയാണെങ്കിൽ അതിലൊന്നുപോലും ഇങ്ങനത്തെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതം. ഞാൻ മലപ്പുറത്തുകാരനാണ്, പെരിന്തൽമണ്ണ പട്ടിക്കാട് സ്വദേശിയാണ്. ഞങ്ങളൊക്കെ നാട്ടിലൊരവസ്ഥയിൽ കൂടുതലായിട്ട് ഇത് വരാനുള്ള കാരണം ജീവിതശൈലിയുടെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് ഫോൺ അമിതമായി ഉപയോഗിച്ച് നമ്മൾ പണ്ട് ഒരു പുറത്ത് പോയി ഒരു ബാങ്കിൽ പോയി വെയിൽ കൊണ്ട് പുറത്ത് വന്ന് നടന്ന കാര്യങ്ങൾ ഇന്ന് ഫോണിലൂടെ ഉപയോഗിക്കുകയാണ് നല്ലത്. പക്ഷേ അതിനനുസരിച്ച് വ്യായാമം അപ്പുറത്ത് വരുന്നില്ല. ഞാനടക്കം കണ്ടതൊക്കെ വാരി വലിച്ച് കയറ്റുന്നു, ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, ആശുപത്രിയിൽ രോഗിയാവുന്നു. അപ്പം ഇന്ന് സംസാരിക്കുന്നത് അത്തരത്തിൽ രോഗിയായ ആളുകളെ രോഗി അല്ലാതിരിക്കാനും ഈ വീഡിയോ കേട്ടുകൊണ്ട് തന്നെ നിങ്ങളെ വീട്ടിലിരുന്നുകൊണ്ട് രോഗം മാറ്റാനും
നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വീട്ടുകാർക്കോ ഉണ്ടെങ്കിൽ അവരതിൽ നിന്ന് മോചിപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾക്കിത് വരാതിരിക്കാനോ ആവശ്യമായിട്ടുള്ള ജീവിതശൈലി, ഭക്ഷണ നിയന്ത്രണം, ഇനി ആവശ്യമാണെങ്കിൽ മാത്രം ചികിത്സ, ഇത്തരം കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത്ര കോമൺ ആണെങ്കിൽ ഇത് ഉണ്ടോ എനിക്കുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാമെന്നുള്ളത്. അങ്ങനെ ഓടിപ്പോയിട്ട് സ്കാൻ ചെയ്യൊന്നും വേണ്ട, തൊടുന്നതിന് സ്കാനിങ്ങും രക്തപരിശോധനയൊന്നും വേണ്ട. കുറച്ച് സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം. അതുണ്ടെങ്കിൽ നമുക്കിതൊക്കെ സംശയിക്കാം. ആദ്യമായിട്ട് വരുന്നത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണയിക്കാരം. ആൾ നല്ല തടിയൊക്കെ ഉണ്ടാവും, പക്ഷേ നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് ഹോട്ടൽ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടാവും. പക്ഷെ പണ്ട് 2 മണിക്കൂറൊക്കെ ജോലി ചെയ്യാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ കുഴങ്ങാണ്, കിതക്കുകയാണ്, ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല, മൈൻഡിന് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരു തരം മന്ദപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ആളുകൾ പറയാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് എന്താ അറിയില്ല, എന്നാൽ പനിയും സംഗതി ഒന്നുമില്ല, എന്തോ ഒരു സുഖം കിട്ടുന്നില്ല എന്നുള്ളത്. രണ്ടാമതൊരു വിശപ്പില്ലായ്മ പറയും. ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാൽ ഭക്ഷണം കഴിക്കാൻ പോവുക, പൊതുവെ ഹോട്ടൽ ഭക്ഷണം ഇഷ്ടമുള്ള ആളാണ്, എന്നാൽ എനിക്ക് വലിയൊരു വിശപ്പില്ല എന്ന് പറയാറുണ്ട്. മൂന്നാമത് മസിൽസിന് പെയിന് പറയാറുണ്ട്. നാലാമത്തെ കാണുന്ന സിംറ്റം എന്നുള്ളത് നമ്മൾ മഞ്ഞപ്പിത്തത്തിൻ്റെ സിംറ്റംസാണ്. കണ്ണിൻ്റെ ഈ വെള്ളയിൽ മഞ്ഞ കളർ ഉണ്ടാവുക, ലിപ്സിൽ മഞ്ഞ കളർ ഉണ്ടാവുക, സ്കിന്നിൽ മഞ്ഞ കളർ ഉണ്ടാവുക, അങ്ങനെ. പിന്നെ വെയിറ്റ് കുറഞ്ഞു വരും. ഇത്രയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾ, വ്യായാമം ഇല്ലാത്ത ആളാണെങ്കിലും വെയിറ്റ് കുറഞ്ഞു വരും. വേറൊന്ന് വരുന്നത് നമ്മളുടെ ലിവറിൻ്റെ ഭാഗത്തും സ്പ്ലീനിൻ്റെ ഭാഗത്തൊക്കെ വലുതായിട്ട് വരും. നമ്മളുടെ വയറിൻ്റെ, വാരിയുടെ താഴെ വയറിൻ്റെ മേൽഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് വേദന ഫീൽ ചെയ്യും. ഓക്കാനം വരും. എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ എടുക്കും, പക്ഷെ എന്തുണ്ടാവില്ല, ഛർദി ഉണ്ടാവില്ല. ഓക്കാനായിട്ട് എന്തോ അടിയിൽ നിന്ന് ഇങ്ങോട്ട് വരും, പക്ഷേ ഛർദിയായിട്ട് വരില്ല. പിന്നെ അതുപോലെ തന്നെ സ്കിന്നിൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ചൊറിച്ചിലുണ്ടാവും. പലർക്കും കക്ഷത്തിൽ അതുപോലെ തന്നെ കഴുത്തിലൊക്കെ ഒരു സർക്കിളായിട്ടുള്ള സ്കിന്നിലുള്ള കംപ്ലൈൻറ്റുകൾ വരും. അതുപോലെ തന്നെ തീരുമാനം എടുക്കാനുള്ള പ്രയാസം, ഉറക്കത്തിൻ്റെ പ്രയാസം, ഒരു ഉന്മേഷക്കുറവ്, ഇത്തരം സംഗതികളാണ് കൂടുതലായിട്ട് ഈ രോഗത്തിൽ ലക്ഷണമായിട്ട് കാണാറുള്ളത്. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുന്നതും ആരും പേടിപ്പിക്കാനോ ആളുകളെ ആശുപത്രിക്ക് വരുത്താനോ അല്ല, എല്ലാവർക്കും ധൈര്യം തരാനും ഒരാളെയും ആശുപത്രിക്ക് വരാത്ത രൂപത്തിലാക്കാനുമാണ്. അതുകൊണ്ട് തന്നെ ആർക്കാണിത് കൂടുതൽ വരാൻ സാധ്യത എന്നും എന്താണിത് വരാനുള്ള കാരണം എന്നും പറഞ്ഞുതരാം. അപ്പോൾ അതുള്ളവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാനും, അതെങ്ങാനും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതുണ്ടോ എന്ന് നോക്കാനും, ഇതിൻ്റെ തുടക്ക ലക്ഷണങ്ങൾ കണ്ടവർക്ക് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനും ഏറെ സഹായകരാകും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അമിതമായി ഭക്ഷണം കഴിച്ച് അത് കൊഴുപ്പ് അടിയുന്നവർക്കാണ് ഇത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുപോലെ ഭക്ഷണത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾക്ക്, അമിതമായി വാരി വലിച്ച് ഭക്ഷണം കഴിക്കുന്നവർക്ക്, ഹോട്ടൽ ഭക്ഷണം, വിശിഷ്യ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, കോളകൾ, റെഡ് മീറ്റ് അതായത് ഇറച്ചി, നമ്മളെ ബീഫ്, പോർക്ക്, ചെമ്മീൻ, ഞണ്ട് ഇത്യാദി സാധനങ്ങൾ വാരി വലിച്ച് കഴിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ഫ്രോസൺ മീറ്റ്, നമ്മളൊക്കെ നാട്ടിൽ കോഴി ഇറച്ചി നേരെ അറുത്തിട്ട് കൊണ്ടുവന്ന് കഴിക്കുകയാണ്. ഫ്രീസറിലിട്ട് പ്രിസർവേറ്റീവൊക്കെ ചേർത്തിട്ടുള്ള മാംസാഹാരം കൂടുതൽ കഴിക്കുന്നവർക്ക്, എണ്ണമെഴുക്കുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവർക്ക്, കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക്, ടിന്നിൽ അടച്ചു വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക്, അതുപോലെ സ്വാദൂറിയ ഭക്ഷണമാവാൻ സ്വാദ് കയറ്റാൻ വേണ്ടിയിട്ട് കളറ്, അതുപോലെ തന്നെ അതിലേക്ക് അത്തരം സംഗതികൾ കൂടുതൽ കഴിക്കുന്നവർക്ക്, പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക്, അരി ഭക്ഷണം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്ക് എല്ലാമാണ് ഭക്ഷണത്തിലൂടെ ഇത് വരാനുള്ള സാധ്യത. അരി ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, നമ്മളുടെ എണ്ണക്കൊഴുപ്പിലൊന്നും ഉള്ളത് അത്ര തന്നെ കൊഴുപ്പ് ആസച്ച് അരി ഭക്ഷണത്തിലില്ല. പക്ഷേ നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം നമ്മളുടെ ലിവറിൽ ചെന്നിട്ട് കൊഴുപ്പായിട്ട് മാറും. അങ്ങനെ കൊഴുപ്പായിട്ട് സംഭരിക്കുന്നത് കൊണ്ടാണ് മലയാളികൾക്ക് വിശിഷ്യ പോളിഷ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഈ വെള്ള കളറിലുള്ള അരി കഴിക്കുന്ന, തവിടില്ലാതെ പോളിഷ് ചെയ്ത അരി കഴിക്കുന്ന, 2 നേരം അല്ലെങ്കിൽ 4 നേരം അരി കഴിക്കുന്ന മലയാളികളായ നമ്മൾക്ക് കള്ള് കുടിച്ചിട്ടില്ലെങ്കിലും ഈ രോഗം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അരി ഭക്ഷണത്തിൻ്റെ ഉപയോഗം കൂടുതലുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള മദ്യവും സ്മോക്കിങ്ങും ലഹരിയും ഒഴിവാക്കുക. അത്തരം ആളുകളിൽ ഇത് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക്, മഞ്ഞപ്പിത്ത രോഗമുള്ളവർക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോവുക. അമിതവണ്ണമുള്ളവർക്ക്, അതുപോലെ തന്നെ വയറിൽ കൊഴുപ്പടിഞ്ഞ് കുടവയറുള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണാൻ സാധ്യത ഉണ്ട്. സാധാരണയായിട്ട് ഇത് കൗമാരം കഴിഞ്ഞിട്ടുള്ള യുവാക്കളിലും വയസ്സായ ആളുകളിലുമാണ് കാണുന്നത്. അത്തരം ആളുകളിൽ ഇപ്പോൾ പക്ഷേ കുട്ടികളിലും കാണുന്നുണ്ട്, പക്ഷേ കൂടുതലായിട്ട് കാണുന്നത് കൗമാരം കഴിഞ്ഞ യുവാക്കളിലും
അതുപോലെ തന്നെ മധ്യവയസ്കരിലും വയസ്സന്മാരിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു പ്രായം അതിൽ ഘടകമായിട്ട് കാണുന്നുണ്ട്. കൂടുതലായിട്ട് ആണുങ്ങളിൽ കണ്ടുവരാറുണ്ട്. ഒരു കണക്കായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിലും ആണുങ്ങളിൽ അത്തരം സംഗതി കൂടുതലായിട്ട് കാണുന്നുണ്ട്. വ്യായാമമില്ലാത്ത ആളുകളിൽ, എണ്ണമെഴുക്കുള്ള ഇന്നത്തെ ആധുനിക ജീവിതശൈലി ഫോളോ ചെയ്യുന്ന ആളുകളിലാണ് ഇത് കൂടുതൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് അത്തരം ആളുകൾ ശ്രദ്ധിക്കുക. അത്തരം ജീവിതശൈലിയെ മാറ്റുക. കുറേ നേരം ഇരുന്ന് വെള്ളം കുടിക്കാതെ കോളകളും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ കുടിച്ച്, പ്രത്യേകിച്ച് പ്രവാസികൾ, IT ജീവനക്കാർ, ഇത്തരത്തിൽ ഞാൻ അടക്കമുള്ള ആളുകൾ, ആരെയും കുറ്റപ്പെടുത്തല്ല, ഇത്തരത്തിലുള്ള ആളുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യതയുള്ളത്. ഫാറ്റി ലിവറിനെ പറയുമ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം മലയാളികളോട് പറയേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് അരിഭക്ഷണം, പ്രത്യേകിച്ച് പോളിഷ് ചെയ്തിട്ടുള്ള അരി കഴിക്കുന്നവർക്കും നമ്മളുടെ ജീവിതശൈലി പഞ്ചസാര അടക്കമുള്ളവ കൂടുതൽ കഴിച്ച് വ്യായാമമില്ലാത്ത ആളുകൾക്കാണ് ഇത് വരിക എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്രേഡ് കാണുമ്പോഴേക്ക് പേടിക്കേണ്ടതില്ല. കാരണം നമ്മളുടെ ജീവിതശൈലിയാണ്. ഇതിന് തിരിച്ചൊരു വശം കൂടെ പറഞ്ഞുതരാം. നമ്മൾക്ക് ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുകയും വേണം. കാരണം ഇത് ഇനി അടുത്ത ഗ്രേഡിലേക്ക് പോവാൻ ഈ തമിഴനെ പോലെ നല്ല നാച്ചുറലായിട്ട് ഭക്ഷണം കഴിക്കുന്ന, ഇത്ര തന്നെ പോളിഷ്ഡ് അരി കഴിക്കാത്ത, അല്ലെങ്കിൽ ഗോതമ്പം കൂടുതൽ കഴിക്കുന്ന ഉത്തരേന്ത്യക്കാരനെ പോലെ അല്ല നമ്മൾ ഇത്തരം ഭക്ഷണങ്ങളും ഇത്തരം ജീവിതശൈലി ആയതുകൊണ്ട് നമുക്ക് രോഗം പൊന്താനുള്ള സാധ്യതയും കൂടുതലാണ്. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് പേടിക്കും വേണ്ട, എന്നാൽ ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഇടും വേണ്ട. ഇത് മനസ്സിലാക്കി തരാനാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എങ്ങനെ അറിയാമെന്നുള്ളതാണ്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സ്കാൻ ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും സാധനത്തിന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അവർ ഫാറ്റി ലിവറും കൊണ്ടുവരാറുള്ളത്. ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ അവെയർ ആയതുകൊണ്ട് അവരെന്നെ ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഫാറ്റി ലിവർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ സ്കാനിങ് പോകണം എന്നൊന്നുമില്ല. കുറേ നമ്മളുടെ ജീവിതശൈലി ഒരു ഡോക്ടർ ഒന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ, ശാരീരികമായിട്ടുള്ള അവൻ്റെ ശാരീരിക സംഗതികൾ കണ്ടാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സിംറ്റംസ് ഉണ്ടോ, മഞ്ഞ കളർ ഉണ്ടോ, വയറിൻ്റെ അവിടെ വേദന ഉണ്ടോ, ഈ സിംറ്റംസ് ഉണ്ടോ എന്നൊക്കെ ഒരു ഡോക്ടർ നോക്കിയാൽ അറിയാൻ കഴിയും. ഇനി രണ്ടാമത്തത്, ആവശ്യമുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. അതിൽ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റാണ് നോക്കുക. അതിൽ SGPT, SGOT ഒക്കെ നോർമലാണോ അതോ അത് 40ൻ്റെ മേലെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മളുടെ ലിവറിൻ്റെ ഫങ്ഷന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സാധാ സ്കാനിങ്, CT സ്കാന്, അതുപോലെ തന്നെ MRI, അതുപോലെ തന്നെ ഫൈബ്രോ സ്കാന് പോലുള്ള പുതിയ മെത്തേഡുകളുണ്ട്. ഈ ഫൈബ്രോ സ്കാനിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നാൽ നമ്മളുടെ ലിവറിൻ്റെ സ്റ്റിഫ്നെസ് എത്ര ഉണ്ട് എന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ സെല്ലുകൾക്ക് പ്രവർത്തനക്ഷമമാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേജിലേക്ക് അത് മാറിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ എത്രാമത്തെ സ്റ്റേജിലാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ടെസ്റ്റുകളാണ് ഇത്. ഇതൊന്നും ആദ്യ സ്റ്റേജിൽ തന്നെ ഓടിപ്പോയിട്ട് ചെയ്ത് നോക്കൊന്നും വേണ്ട. അതുപോലെ തന്നെ MRI ഉപയോഗിച്ചിട്ടും നമുക്കിത് അറിയാൻ പറ്റും. പിന്നെ ക്യാൻസർ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലിവറിൻ്റെ ബയോപ്സിയും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ബയോപ്സി, അതുപോലെ തന്നെ ഇമേജിംഗ് ടെക്നിക്കുകൾ, രക്തപരിശോധന ഒക്കെയാണ് ഇത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഇനി നിങ്ങൾ പലരും ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നുള്ളത്. അതുപോലെ തന്നെ പലരും ചോദിക്കുന്ന ഒന്നാണ്, ഡോക്ടർ ഇത് സിറോസിസ് ആവുമോ, ഇത് ക്യാൻസർ ആവുമോ, ചോര തുപ്പിയിട്ട് ഛർദ്ദിച്ച് മരണപ്പെട്ടിരുന്നു പണ്ടൊരാൾ, അതുപോലെ ആവുമോ എന്നൊക്കെ. അത്തരക്കാരെ ആളുകളോട് പറയുന്നത് 5% ഫാറ്റ് നോർമലാണ്. 5 മുതൽ 8% വരെ ഫാറ്റ് ലിവറിൽ അടിയുമ്പോഴാണ് അത് ഫസ്റ്റ് ഗ്രേഡ് ആവുന്നത്. 8 മുതൽ 10 ആവുന്നതാണ് സെക്കൻഡ് ഗ്രേഡ്. 10 to 12 വരുന്നതാണ് തേർഡ് സ്റ്റേജ്. അപ്പം നമ്മൾ ഓരോ സ്റ്റേജിലും താഴേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഓരോ സ്കാനിൽ ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് 12ൻ്റെ മേലെ പോകുമ്പോഴാണ് ഇതിൻ്റെ കാര്യമായ ലിവറിൻ്റെ ഫങ്ഷനെ ബാധിക്കുന്നത്. അപ്പോഴാണ് സെറോസിസ്, സ്റ്റിനോസിസ് ഒക്കെ പോലുള്ള മറ്റ് ഘടകങ്ങളിലേക്കും മറ്റ് രോഗങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് തേർഡ് സ്റ്റേജിലാണെങ്കിലും മനസ്സിലാക്കുക, ഫോർത്തിലേക്ക് പോകാനും സാധ്യത ഉണ്ട്, കുറയാനും സാധ്യത ഉണ്ട്. ഇത് പേടിച്ച് ബേജാറാവേണ്ട ഒരു സംഗതിയല്ല. നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്കും 1ലേക്കും 0യിലൊക്കെ ഇത് ഈസി ആയിട്ട് വരുത്താൻ പറ്റും. അപ്പം അതുകൊണ്ട് ഓരോ സ്റ്റേജും പറഞ്ഞു തരുന്നത് 3 എന്നുള്ളവന് 4ലേക്ക് പേടിപ്പിക്കാനല്ല, 2ലേക്ക് വരുത്തണം എന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കഥയിലേക്ക് വരാട്ടോ. ഞാൻ ഒരുപാട് ഞാൻ കഴിവതും വീഡിയോ ചെയ്യുന്നത് ആളുകൾ രോഗിയാവരുത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഫാറ്റി ലിവറിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ നിരന്തരമായിട്ട് കമൻ്റ് ഇട്ടിരുന്നു, ഇത് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കല്ലേ, അതുകൊണ്ടല്ലേ പറയുന്നത്, നിങ്ങൾക്കൊന്നും ഒരു പണി ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സഹോദരനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു, ഇതൊരു പണിയില്ലായിട്ട് ചെയ്യുന്നതല്ല, നമ്മളൊക്കെ പഠിച്ചതുകൊണ്ട് ആളുകൾക്ക് ഗുണം കിട്ടണം,
അതിനു വേണ്ടി കാട്ടുന്നതാണ്. ഞങ്ങൾ ഈ പഠിച്ചതൊക്കെ പഠിച്ചു വെച്ചിട്ട് ഫീസും വാങ്ങി ചെയ്യുന്നതിലേറെ നല്ലത് നിങ്ങൾക്ക് ആശുപത്രിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് ഒരാളെങ്കിലും ആശുപത്രിക്ക് വരുത്താതിരുന്നാൽ ഞാൻ പഠിച്ചതുകൊണ്ട് ഗുണം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ അവനായിട്ട് പരിചയപ്പെട്ടു. അവൻ ആദ്യമൊന്നും ഉൾക്കൊണ്ടിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി, ഞങ്ങൾ നേരിട്ട് കണ്ടു, വ്യായാമം ചെയ്തു. അപ്പോൾ അവൾ ഗൾഫിലേക്ക് പോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം അവന് മാറ്റിയെടുക്കാൻ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലുള്ളത്. സ്റ്റേജ് താഴേക്ക് വന്നു. അവൻ ഏറ്റവും നല്ലൊരു വിമർശകനായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല സുഹൃത്തായിട്ട് മാറി. അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. അപ്പോൾ അതുപോലെ നിങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് പ്യൂർലി ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലിയിലുള്ള ശ്രദ്ധ ഉണ്ടായാൽ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യുക. ദിവസവും 30 മുതൽ 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക. ചടഞ്ഞ് കൂടി ഇരുന്ന് കുറേ നേരം ഇരുന്ന് പിന്നെ കുറേ വ്യായാമം ചെയ്യുന്നതിന് പകരം ഓരോ 20-30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് നീച്ചു പോയിട്ട് കാര്യങ്ങൾ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമാവും. പ്രവാസി സഹോദരന്മാരോട്, അതേപോലെ തന്നെ IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവരോട്, ബാങ്ക് മാനേജർമാരോട്, ഇവരോടൊക്കെയാണ് ഇത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇടയിലൊന്ന് എണീക്കുക, ഇടയിലൊന്ന് നടന്നു പോവുക. രണ്ടാമത് വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കഴിയുന്ന ഏതെല്ലാം മെത്തേഡിൽ നിങ്ങൾക്ക് കുറയ്ക്കാൻ കഴിയുമോ അത് കുറയ്ക്കുക. ഫാസ്റ്റിങ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. ആ സമയം ഞാൻ ഓരോന്ന് പറഞ്ഞു തരാം, ഡയറ്റ് പറഞ്ഞു തരാം. അതുപോലെ തന്നെ കുടവയറുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, പരമാവധി കൺട്രോൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് നിങ്ങൾ മദ്യപാനിയോ ലഹരിയോ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ മറ്റ് രോഗങ്ങളുണ്ടെങ്കിൽ ഷുഗറോ അല്ലെങ്കിൽ ലിവറിന് മറ്റ് രോഗങ്ങളോ ഉണ്ടെങ്കിൽ അത് മരുന്ന് കുടിച്ചിട്ട് മാനേജ് ചെയ്യുക. ഒപ്പം അനാവശ്യമായ മരുന്നുകൾ ഇതിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള മരുന്ന് കൂടി ഒഴിവാക്കുക. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടെ അല്ലാതെ മരുന്ന് എടുക്കാതിരിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ വർജിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. റെഡ് മീറ്റാണ് ഇതിൽ ഏറ്റവും വലിയ വില്ലൻ. അതായത് ബീഫ്, പോർക്ക്, അത് പരമാവധി ഒഴിവാക്കുക. മീൻ പ്രശ്നമില്ല, ചെറിയ മീനുകൾ നല്ലതാണ്. പ്രത്യേകിച്ച് മത്തിയൊക്കെ, ചെറിയ മത്സ്യങ്ങളും മത്തിയൊക്കെ നല്ലതാണ്. പക്ഷേ എന്ത് ചെയ്യുക, വലിയ മത്സ്യങ്ങൾ അത് പൊരിച്ച് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക. പിന്നെ ചെയ്യേണ്ടത് പഞ്ചസാര ഒഴിവാക്കുക, അരിഭക്ഷണം ഒഴിവാക്കുക, കൃത്രിമ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കോള ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് എത്ര വേണമെങ്കിലും കഴിച്ചോളൂ ഷുഗർ ഇല്ലെങ്കിൽ. പക്ഷെ എന്ത് ചെയ്യുക, അത് ജ്യൂസാക്കിയിട്ട് അതിലെ ഫൈബറൊക്കെ കളഞ്ഞ് അതിലെ ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് അതിലെ പഞ്ചസാരയും ചേർത്ത് ചെയ്യുന്ന രൂപം ഒഴിവാക്കുക. ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കുക, മൈദ ഒഴിവാക്കുക. പിന്നെ കളറുള്ള ഭക്ഷണങ്ങൾ, പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫ്രോസൺ മീറ്റ്, എണ്ണമെഴുക്കുള്ളത്, നെയ്യ്, ഡാൽഡ, വനസ്പതി ഇത്യാദി സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. വ്യായാമം ചെയ്യുക എന്നുള്ളത് പ്രത്യേകം പറയുന്നില്ല. ഭക്ഷണം കഴിക്കുന്നത് സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളുടെ ജീവിതശൈലിയിൽ എന്താ ചെയ്യുക, ഉച്ചക്ക് കുറച്ചേ കഴിക്കുള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂല. ഈ കഴിക്കാനുള്ളതൊക്കെ രാത്രി ഒന്നാകെ കഴിക്കും. അത് 11 മണിക്കോ 12 മണിക്കോ കഴിക്കും. എന്നിട്ട് പോയി കിടന്നുറങ്ങും. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാം. രാവിലെ എഴുന്നേൽക്കുക, സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുൻപ് എഴുന്നേൽക്കുക. ഈ പറയുന്നത് എനിക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ. ഞാനും പലപ്പോഴും ഇതിൽ അശ്രദ്ധനാവാറുണ്ട്. ജീവിതശൈലിയുണ്ട്, ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ ഞാൻ അടക്കം തെറ്റ് പറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ആദ്യം വരുന്നത് രാവിലെ എഴുന്നേറ്റ് ഉടനെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഈ കാപ്പി കുടിക്കുന്ന പരിപാടി, ചായ കുടിക്കുന്ന, പഞ്ചസാര കുത്തി കലക്കുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. എന്നിട്ട് ഒരു പ്രഭാത സവാരിക്ക് പോവുക. പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 7-7:30 ആകുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് ബങ്ക് ചെയ്യരുത്. ബ്രേക്ക്ഫാസ്റ്റിൽ കൂടുതലായിട്ട് അരിയുടെ ഭക്ഷണം ഒഴിവാക്കാൻ പറ്റിയാൽ നല്ലത്. നമ്മളെന്താ ചെയ്യുക, പുട്ട്, അതുപോലെ തന്നെ തലേന്നത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതായിട്ടുള്ള സംഗതികൾ ചെയ്യുന്നതിന് പകരം ഗോതമ്പ് കൊണ്ടുള്ളത്, രായി കൊണ്ടുള്ളത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ നട്ട്സ് നിങ്ങൾക്ക് കഴിയെങ്കിൽ, അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കഴിയെങ്കിൽ നല്ലത്. മുട്ട വേണമെങ്കിൽ ഉപയോഗിക്കാം. മുട്ടയുടെ വെള്ള കുഴപ്പമില്ല, മുട്ടയുടെ മഞ്ഞ പരമാവധി കൺട്രോൾ ചെയ്യാം. ഇതാണ് ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് ചായ കുടിക്കുന്നതിന് പകരം ഗ്രീൻ ടീ പഞ്ചസാര ഇല്ലാതെ ചെയ്താൽ ഏറ്റവും നല്ലത്. ഇനി നമ്മൾ 11 മണിയാവുമ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ നട്ട്സ് ഉപയോഗിക്കുക. ഇതെല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മാങ്ങ കിട്ടൂലേ, അത് ഉപയോഗിച്ചോളി. അതിനിപ്പോൾ വലിയ ചിലവില്ലല്ലോ, അല്ലെങ്കിൽ ചക്കയ്ക്ക് ചിലവില്ലല്ലോ, അത് ചെയ്യാം.
ഉച്ചക്ക് അരിഭക്ഷണം വേണമെങ്കിൽ കഴിക്കാം, 2-3 കപ്പോ കഴിക്കാം. ബാക്കി എന്ത് ചെയ്യുക, നോർത്ത് ഇന്ത്യൻസ് ചെയ്യണ പോലെ അതിൻ്റെ കൂടെ ഒരു ചപ്പാത്തി വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അതല്ലെങ്കിൽ കൂട്ടാനുകളും സാലഡുകളും കൂടുതലായിട്ട് കഴിക്കുക. ഉച്ചക്ക് ഞാൻ വേണ്ട എന്ന് പറയുന്നില്ല. നമുക്ക് മലയാളിക്ക് മീൻകറിയും ചോറും കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്തോളൂ, തൈര് നന്നായിട്ട് ഉപയോഗിച്ചോളൂ. അത് ദഹനത്തിന് നല്ലൊരു പ്രോബയോട്ടിക്കാണ്, തൈര് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചോറിലേക്ക് എന്ത് ചെയ്യുക, നന്നായിട്ട് കൂട്ടാൻ സൈഡ് ഡിഷസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉപയോഗിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ബീഫ്, പോർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഒഴിവാക്കുക. കരിച്ചത് പൊരിച്ചത് ഒഴിവാക്കിയിട്ട് കറി വെച്ചിട്ട് മീനൊക്കെ ആണെങ്കിൽ കറി വെച്ച് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. അതിൽ ഉപ്പും പഞ്ചസാരയും നിയന്ത്രിക്കുക. ഇനി വൈകുന്നേരവും തന്നെ ചായ നിർബന്ധമാണെങ്കിൽ പഞ്ചസാര പരമാവധി ഒഴിവാക്കുക. അവിടെയും ഗ്രീൻ ടീ ആണ് സാധാരണ പറയാറുള്ളത്. അത് നാച്ചുറൽ ഡ്രിങ്ക്സ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളുടെ പഞ്ചസാര ഇല്ലാത്ത അത് പാനീയങ്ങൾ അത്തരം സംഗതികളാക്കാം. വൈകുന്നേരം കടിയായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാം, ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം. സാലഡുകൾ വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. രാത്രി ഒരു 7 മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കുക. അങ്ങനെ കഴിക്കുന്നത് അരി പരമാവധി ഒഴിവാക്കുക, ഗോതമ്പാക്കുക, ചപ്പാത്തി കഴിക്കുക. അത്തരത്തിലുള്ള സംഗതികൾ, ഓട്സ് നല്ലതാണ്, സാലഡുകൾ നല്ലതാണ്, ഫ്രൂട്ട്സ് നല്ലതാണ്, അത് ഉപയോഗിക്കുക. അത് നമ്മൾ വയറ് നിറച്ച് കഴിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ രാത്രി സ്വസ്ഥമായിട്ട് ഉറങ്ങാനും രാവിലെ സുഖശോധന കിട്ടാനൊക്കെ സഹായിക്കും. ഈ ഒരു ഡയറ്റ് നിങ്ങളൊരു 40 ദിവസം ഫോളോ ചെയ്യാം. ഒരു 90 ദിവസം കഴിയുന്നത്ര ഇത് ഫോളോ ചെയ്യാം. മുഴുവൻ എന്ന് പറയുന്നില്ല, 90 ദിവസം വരെ ചെയ്തിട്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ. കാരണം ഒരുപാട് പേരെ മരുന്നില്ലാതെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റിയത് കൊണ്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 90 ദിവസം ഇത് ചെയ്യുക. എന്നിട്ട് മാറ്റില്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇട്ടോളൂ. അതിൽ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. അപ്പം ഇത്തരത്തിൽ ഭക്ഷണ ശൈലി ശ്രദ്ധിക്കുക, ജീവിതശൈലിയിൽ നിയന്ത്രിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രോഗത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പമ്പ കടത്താൻ പറ്റും. ഇനി പല ആളുകൾക്കും ഇതൊന്നും ചെയ്തിട്ട് കുറവില്ലെങ്കിൽ അപ്പോഴേക്ക് ആളുകൾക്ക് വലിയ വലിയ സംഗതികളാണ് അറിയുക. ഇത് സിറോസിസ്ക്ക് പോവുമോ, ക്യാൻസർ ആവുമോ, കരൾ മാറ്റി വെക്കേണ്ടി വരുമോ, ഇത് കാരണം ഷുഗർ വരുമോ, ഒക്കെ ശരിയാണ്, വന്നേക്കാം. പക്ഷെ അതൊക്കെ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ചികിത്സയിലൂടെ തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഹോമിയോ ഡോക്ടറാണ്. ഞാനിതിൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴും ഒരു രോഗിയുടെ ശാരീരികവും മാനസികമായിട്ടുള്ള അവൻ്റെ ജീവിതശൈലി അടക്കമുള്ള സർവ്വ സാധനങ്ങളും കൃത്യമായിട്ട് പഠിക്കും. ഒരു രോഗിക്ക് രോഗം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബുക്ക് പഠിച്ച സംഗതികൾ മാത്രമല്ല, പലപ്പോഴും അയാളുടെ ജീവിതശൈലി ആയിരിക്കും. അയാൾ കാണുമ്പോൾ നല്ല തടിയുള്ള ആളായിരിക്കും, പക്ഷേ ഒരു അല്പം ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ മാനസികമായിട്ട് എല്ലാ പ്രശ്നങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള സംഗതികളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, ChatGPT പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതിൻ്റെയൊക്കെ സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുക. എന്നിട്ട് ജർമ്മൻ പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടും ആവശ്യമായിട്ടുള്ള ചികിത്സകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഇത് വലിയ ഗ്രേഡിൽ നിന്ന് താഴേക്കും പിന്നെ അത് നോർമലിലേക്ക് ഒരുപാട് പേരെ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തു നോക്കുക. ഇല്ലെങ്കിൽ മാത്രം ചികിത്സയെ പറ്റി ചിന്തിക്കുക. നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം, എന്നെ ഫോണിലൂടെ ബന്ധപ്പെടാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എൻ്റെ കഴിവിനും ഒഴിവിനും അനുസരിച്ച് ഞാൻ ചെയ്തു തരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായും ഇതിൽ മാറിയവരും അത്തരം ആളുകൾ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ടാവും. നിങ്ങളുടെ അനുഭവങ്ങളും പറയുക. ഇങ്ങനെ ഒരാൾ രോഗി അല്ലാതെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത് കൊണ്ട് ഉപയോഗം ഉണ്ടാവുന്നത്. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.